ഇതൊരു കിഡിൽ ആൻഡ് നോ കോംപ്ലിക്കേഷൻസ് പുഡിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിന് ഞാൻ ഗ്യാരണ്ടി. കാരമൽ റസ്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 7 പീസസ് ടോസ്റ്റഡ് റസ്ക് എടുക്കാം. ഇത് നല്ലപോലെ മിക്സിയിലിട്ട് പൊടിക്കണം. നെക്സ്റ്റ് നമുക്ക് കാരമൽ ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഒരു 2.5 ടേബിൾ സ്പൂൺസ് ഷുഗർ എടുത്ത് മെൽറ്റ് ചെയ്യാം. ഷുഗർ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. നമുക്കൊരു ലൈറ്റ് കാരമലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യാം. കാരമലിനൊരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ കാരമൽ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ പാത്രത്തിൽ ഞാൻ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഈ കാരമൽ ഒന്ന് പാത്രത്തിൽ നല്ലപോലെ ചുറ്റിച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഈ പാനിലോട്ട് ഒരു 1.5 ഗ്ലാസ് പാലൊഴിക്കാം. ഈ ഗ്ലാസ്സിലാണ് ഞാൻ പാല് മെഷർ ചെയ്തിരിക്കുന്നത്. അടുത്തതായി പാലിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്കൊന്ന് അലിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മുട്ട നല്ലതുപോലെ അടിച്ചു വെച്ചതും കൂടെ ഇട്ട് ചേർത്തിളക്കാം. മുട്ടയും പാലും പഞ്ചസാരയും നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ കത്തിച്ച് ചെറുതീയിൽ ഇതൊന്ന് തിക്കാവുന്നത് വരെ നമുക്ക് ഹീറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ ബോയിൽ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ മുട്ട വെന്ത് പോവും. സോ ബി കെയർഫുൾ. ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നമുക്ക് ഇളക്കാം. ഇങ്ങനെ ചെറുതീയിൽ ഈ മിക്സ്ചർ ഒന്ന് കട്ടിയാവുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. മിക്സ്ചർ പതുക്കെ കട്ടിയായി വരുന്നുണ്ട്. ഈ കൺസിസ്റ്റൻസി ആവുമ്പം നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന റസ്ക് പൊടി കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലൊരു സ്മൂത്ത് മിക്സ്ചർ ആവുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ചെറിയൊരു ബോയിൽ വരുന്നത് വരെ നമുക്കിത് സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കാം. ചെറിയ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടോ, കാരമൽ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പുഡിംഗ് മിക്സ്ചർ ഈ പാത്രത്തിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പുഡിങ്ങിൻ്റെ മിക്സ്ചർ മുഴുവനും പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പുഡിംഗ് മിക്സ്ചർ നമുക്ക് 30 മിനിറ്റ്സ് ഒരു ഇഡ്ഡലി സ്റ്റീമറിൽ അല്ലെങ്കിൽ ഒരു പ്രഷർ കുക്കറിൽ വെച്ച് സ്റ്റീം ചെയ്യാം. പ്രഷർ കുക്കറിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ വെയിറ്റ് ഇടാൻ പാടില്ല. ഞാനിതൊരു ഇഡ്ഡലി സ്റ്റീമറിലാണ് സ്റ്റീം ചെയ്യുന്നത്. പാത്രം അടച്ച് 30 മിനിറ്റ്സ് നമുക്ക് സ്റ്റീം ചെയ്യാം. 30 മിനിറ്റ്സ് കഴിഞ്ഞ് സ്റ്റീം ചെയ്തെടുത്ത പുഡിംഗ് ആണിത്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ചില്ല് ചെയ്തെടുക്കാം. എൻ്റെ അമ്മോ, അതിൻ്റെ ഒരു ലുക്ക് കണ്ടില്ലേ? നമ്മുടെ ഇടിവെട്ട് മൗത്ത് വാട്ടറിങ് യമ്മി കാരമൽ റസ്ക് പുഡിംഗ് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം.